ഞങ്ങൾ രാത്രി കറങ്ങാൻ ഇറങ്ങിയതാണ്. രാത്രിയിൽ നമ്മുടെ ജപ്പാൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെയൊന്നും അത്രയ്ക്ക് ആളുകൾ കാണുന്നില്ല. നമ്മുടെയൊക്കെ രാത്രി സിറ്റിയിൽ ഇപ്പോൾ ഈ സമയത്തൊക്കെ കടകളൊക്കെ നല്ല തിരക്കായിരിക്കും, അതുപോലെ തന്നെ റോഡുകളൊക്കെ തിരക്കായിരിക്കും. പക്ഷെ ഇവിടെയൊന്നും അങ്ങനെ വലിയ തിരക്കുകളൊന്നും ഞാൻ കാണുന്നില്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഓയിത്ത എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓയിത്ത എന്ന് പറയുന്നത് അത്ര വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല, ഒരു പക്ക ഗ്രാമപ്രദേശമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലെ സിറ്റി, അതായത് ഒരു ട്രിവാൻഡ്രം സിറ്റി, എറണാകുളം സിറ്റി, ആ ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ കാണാറുണ്ട്. പക്ഷെ അത്രത്തോളം ആൾക്കാരൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ പകൽ സമയം ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇത് രാത്രിയുള്ളൊരു അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞോന്ന് പറഞ്ഞ് വന്നതൊന്നുമല്ല, പ്രതീക്ഷിക്കാനുള്ളൊരു നടത്തുമാണ്. അപ്പം ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് സ്റ്റാർബക്സിൻ്റെ പടം കണ്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ സ്റ്റാർബക്സിൻ്റെ പടം വഴിയെങ്കിലും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. രണ്ട് സൈഡിലും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നല്ലതുപോലെ മരങ്ങളിങ്ങനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. രാവിലെ വരുമ്പോൾ ഇതിനേക്കാൾ ഭംഗി കാണുമായിരിക്കും. പക്ഷേ ഇതെല്ലാം സക്കുറ പ്ലാന്റ് ആണെന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വസന്തകാലത്ത് ഇവിടെ എല്ലാം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇവിടുത്തെ നമ്മളൊക്കെ നാട്ടിലതുപോലെയല്ല, വഴിയൊക്കെ എല്ലാം നല്ല പിക്ടോറിയൽ മീൻസ് ഒരു പടത്തിൻ്റെ ഷേപ്പിൽ തന്നെ എല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രീറ്റല്ല, ഒരു ചെറിയ വഴി കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറ് പോകുന്നുണ്ട്. ഹായ്, സ്റ്റാർബക്സിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. സ്റ്റാർബക്സിൽ ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾ കയറുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കയറുന്നില്ല. ബിക്കോസ് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാതെ ഞങ്ങൾ വെറുതെ വന്നവരാണ്. ആൾക്കാരും നിൽപ്പുണ്ട് സ്റ്റാർബക്സിൽ.